സംസ്ഥാനത്ത് ഓൺലൈനായി മദ്യവിൽപ്പനയ്ക്ക് ഒരുങ്ങി ബെവ്കോ. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് സജ്ജമെന്ന് ബെവ്കോ MD സർക്കാരിന് കത്തു നൽകി. ശുപാർശ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഓൺലൈൻ മദ്യവിൽപ്പന സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും എക്സൈസ് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. ഓൺലൈൻ വഴി മദ്യവിതരണം ആരംഭിച്ചാൽ 2000 കോടിയുടെ അധിക വരുമാനം ഉണ്ടാകുമെന്നാണ് ബെവ്കോയുടെ കണക്കുകൂട്ടൽ. ഓൺലൈൻ ആപ്പിന്റെ നിർമ്മാണമടക്കം ബെവ്കോ പൂർത്തിയാക്കി. പദ്ധതിയോട് സ്വിഗ്ഗി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മദ്യം വാങ്ങുന്നയാൾ 23 വയസ്സ് പൂർത്തിയായ രേഖ ഹാജരാക്കണം. കരിഞ്ചന്ത വിൽപ്പന ഒഴിവാക്കാൻ വാങ്ങുന്ന മദ്യത്തിന്റെ പരിധി 3 ലിറ്റർ ആക്കും. ഞങ്ങളിപ്പോ ഒരു പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അംഗീകരിച്ചാൽ ടെൻഡറിലേക്ക് പോയിട്ട് ലോവസ്റ്റ് കോട്ട് ചെയ്യുന്ന ഡെലിവറി പാർട്ട്ണറെ ഞങ്ങൾ ചൂസ് ചെയ്യും. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. സമൂഹം പൊതുവിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പാകമാവാതെ എടുത്തുചാടുന്നൊരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. നീക്കത്തിൽ നിന്ന് ബെവ്കോ പിന്മാറണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മദ്യത്തിന്റെ ഈ വ്യാപനം അവസാനിപ്പിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം. ബെവ്കോ ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. മദ്യത്തിനും ലഹരിക്കുമെതിരായ ബോധവൽക്കരണ പരിപാടിക്ക് തുരങ്കം വയ്ക്കുന്നതാണ് നടപടിയെന്ന് KCBCയും വിമർശിച്ചു. തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിപാൽ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.